മലപ്പുറം ജില്ലയിലെ എടവണ്ണയുടെ അക്കരയുള്ള ഒതായി എന്ന ഒരു കുഗ്രാമത്തിലാണ്. ഇന്നും അഭിമാനബോധത്തോടുകൂടി അടുത്ത് മുജാഹിദ് പത്രം പ്രസിദ്ധീകരിച്ചു ആ സ്ത്രീയുമായൊരു അഭിമുഖം. കേരള ചരിത്രത്തിൽ ആദ്യമായി പള്ളിയിലേക്ക് പോയ സ്ത്രീ എന്ന് പറഞ്ഞ് ചിത്രം കൊടുത്തിട്ട് അവർ അഭിമുഖം തയ്യാറാക്കി. എന്ന് വെച്ചാൽ കേരള ചരിത്രത്തിൽ സ്വഹാബത്തിൻ്റെ കാലത്ത് ദീനെത്തിയിട്ട് ആദ്യമായി ജുമാക്ക് പള്ളിയിലേക്ക് പോയ സ്ത്രീ എന്ന് അഭിമാനിക്കാവുന്ന സ്ത്രീ ഇന്നും ജീവിച്ചിരിക്കുന്ന അർത്ഥം. സ്വഹാബത്ത് 14 നൂറ്റാണ്ട് മുമ്പാണ് വന്ന്. 14 നൂറ്റാണ്ട് മുമ്പത്തെ സ്ത്രീ ഇന്ന് എന്തായാലും ജീവിച്ചിരിക്കില്ലല്ലോ. അപ്പം ഇപ്പോഴാണ് സംഭവം ആരംഭിച്ചത്. സ്വഹാബത്ത് നമുക്ക് അങ്ങനെ ഒരു അധ്യാപനം കൈമാറി തന്നിട്ടില്ല. ഏതേത് കാര്യങ്ങൾ പരിശോധിച്ചാലും ഞാൻ സാമ്പിളുകൾ മാത്രം ഉദ്ധരിച്ചതാണ്. നേരെ മറിച്ച് ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിച്ചത് കൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മാത്രമല്ല, അബദ്ധങ്ങളുടെ പരമ്പരകളാണ് ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ ഓരോന്നോരോന്നായി 1 by 1 വിശകലനം നടത്തിയാൽ ഓരോന്നിനും അവർക്ക് തെറ്റുപറ്റാനുള്ള അടിസ്ഥാനപരമായ കാരണം അവർ ഈ ആയത്തെടുത്ത് സ്വന്തം വ്യാഖ്യാനിച്ചു, ഹദീസ് എടുത്ത് സ്വന്തം വ്യാഖ്യാനിച്ചു. നേരെ മറിച്ച് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചതെന്ന ആശയം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം അബദ്ധങ്ങളുടെ നൂലാമാലകളിൽ ഇത്തരം ബിദ്അഈ പ്രസ്ഥാനങ്ങൾ ചെന്നകപ്പെടില്ലായിരുന്നു. അടിസ്ഥാനപരമായ അന്തരവിടെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബത്ത് കൈമാറുന്ന വ്യാഖ്യാനം അംഗീകരിക്കണമോ അംഗീകരിക്കണ്ടേ? അംഗീകരിക്കാന്ന് വെച്ചാൽ തർക്കം തീർന്നു. അംഗീകരിക്കില്ല, സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പറഞ്ഞാലോ പുതിയ പുതിയ ചിന്താഗതികൾ ഓരോ മൗലവിമാർ സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം അതാ മഞ്ചേരി ഒരു മൗലവി വന്നിട്ടുണ്ട്, മഞ്ചേരി ഖുർആൻ ക്ലാസ്. എന്താ മൗലവിൻ്റെ പ്രത്യേകത? ആളുകൾ കൂടുകയാണ്. മൗലവി പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ, മറ്റൊക്കെ കാഫിറ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഒരു മുഹീദ്ദീൻ എന്ന മൗലവി ഇങ്ങനെ പുതിയ പുതിയ, കാരണം അവർ ഖുർആനും സുന്നത്തും അവർ സ്വന്തമായി വ്യാഖ്യാനിക്കുകയാണ്. അടിസ്ഥാനപരമായി സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനം അംഗീകരിക്കുക എന്ന ലൈൻ മറികടന്നുകൊണ്ട് സ്വതന്ത്രമായ വ്യാഖ്യാനം ശരിവച്ച് കഴിഞ്ഞാൽ ഈ ചിന്താഗതികൾ മാത്രമല്ല പുതുപുത്തൻ ചിന്താഗതികൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വ്യാഖ്യാനങ്ങൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ സത്യത്തിൽ അവസാനം എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, ഹത്താ യകൂന ആഖിറുഹും അൽ മസീഹി ദജ്ജാൽ. ഇത് തുടരും. ഈ പരമ്പര, ദുർവ്യാഖ്യാനങ്ങളുടെ പരമ്പര, സ്വതന്ത്ര വ്യാഖ്യാനങ്ങളുടെ പരമ്പര തുടർന്നാൽ അവസാനം ഇത്തരം ബിദ്അഈ വിഭാഗങ്ങളുടെ പിൻതലമുറക്കാർ മസീഹി ദജ്ജാലിനോടൊപ്പം കൈകോർത്തുകൊണ്ട് മുസ്ലിമുകൾക്കെതിരെ രംഗത്ത് വരുന്ന കാലം അതിവിദൂരമല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യം അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ന് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിലെ പ്രവർത്തകന്മാരും കേരളത്തിലെ ബിദ്അത്തിന്റെ വിഭാഗങ്ങളും തമ്മിൽ 200-ൽ പരം കാര്യങ്ങളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലോരോ കാര്യങ്ങളും നമ്പറിട്ട് വിശകലനം ചെയ്താൽ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പുതിയ ചിന്താഗതി ഉണ്ടായെന്ന് ചോദിച്ചാൽ സ്വഹാബത്തിലെ വ്യാഖ്യാനം സ്വീകരിച്ചില്ല എന്നൊരൊറ്റ മറുപടി നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വേറെ മറുപടി കണ്ടെത്താൻ സ്വന്തം വ്യാഖ്യാനം. ഈ സ്വന്തം വ്യാഖ്യാനത്തിൻ്റെ അനന്തരഫലം സത്യത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ കയ്യടി വാങ്ങാൻ വേണ്ടി, ആളുകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത് നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം സർവ്വം ഷിർക്കാക്കണമല്ലോ. മന്ത്രം ഷിർക്ക്, ഉറുക്ക് ഷിർക്ക്, നൂല് ഷിർക്ക്, പിഞ്ഞാണം എഴുതി കുടിക്കൽ ഷിർക്ക്, ഇങ്ങനെ ഷിർക്കുകളുടെ ഒരു പരമ്പരയാണ് മുസ്ലിം സമൂഹത്തിൽ അവതരിപ്പിച്ചത്. ഒക്കെ ഷിർക്കാണ്. കാരണം ഈ ഷിർക്ക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വളരെ ബുദ്ധിജീവികളായ ആളുകൾ ആകർഷിക്കും. രോഗം വന്നതിൽ പിഞ്ഞാണത്തിൽ എഴുതി മഷി കുടിച്ചിട്ട് എങ്ങനെ സുഖമാകാനെന്ന് പറഞ്ഞാൽ ആൾക്കാർ ശരിയാണ്, യുക്തി പറയുന്നത് ഇവരാ. രോഗിയായ ആൾക്ക്, തലവേദനയുള്ള ആൾക്ക് ഒരു നൂല് കെട്ടിയാൽ എങ്ങനെ സുഖമാകാനാണ്? നൂല് ശക്തമായി കെട്ടുകയോ വിരൽ വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ സുഖം സാധിക്കും. ഒരു നൂല് മെല്ലെ കെട്ടുക, അതുകൊണ്ട് എങ്ങനെ സുഖമാകും? ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം ഇതൊക്കെ ഷിർക്കാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച് രോഗം വന്നാൽ അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് വേണ്ടത്, മറ്റത് യാഥാസ്ഥികത്വമാണ്, അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇന്നെന്തായി? കാരണം സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു, സ്വന്തം യുക്തിക്കനുസരിച്ച് ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചു. മഹാന്മാരായ സ്വഹാബത്തെ ഖുർആനും സുന്നത്തും വിശദീകരിച്ചുകൊണ്ട് മന്ത്രങ്ങളുടെ രീതി, ഉറുക്കുമായി ബന്ധപ്പെട്ട മസ്അലകൾ, നൂല് കെട്ടുന്ന മസ്അലകൾ, പിഞ്ഞാണം എഴുതി കുടിക്കേണ്ട ആയത്തുകൾ, ഇന്ന രോഗങ്ങൾ ഡീറ്റെയിലായി സ്വഹാബത്തും താബികളും കൈമാറുന്ന പാരമ്പര്യമായി പൈതൃകമായി മുസ്ലിം സമൂഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ആചാരങ്ങൾ ലോകത്തെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ പോയി നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ മുസ്ലിം ജനസമൂഹം പൂർവിക തലമുറകൾ സ്വീകരിച്ചിരുന്ന, അവർ അംഗീകരിച്ചു പോന്നിരുന്ന വിവിധ ഉറുക്കുകളുടെയും അതുപോലുള്ള നൂലുകളുടെയും മന്ത്രങ്ങളുടെയും ചികിത്സാ രീതികളുടെ വൈവിധ്യമാർന്ന രൂപങ്ങൾ
ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലെ മ്യൂസിയങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കാരണം പൂർവ്വകാലത്ത് മുസ്ലിം ജനസമൂഹം ഏതൊക്കെ തലമുറകൾ അംഗീകരിച്ചു, നടപ്പാക്കി വന്നു, എന്തൊക്കെ രീതി അവലംബിച്ചു. പക്ഷെ കണ്ണും ചിമ്മി മുജാഹിദ് ജമാഅത്ത് വന്നപ്പോൾ ഇതൊക്കെ ഷിർക്കാക്കി. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കറാത്തല്ല. ഷിർക്ക് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നം ആൾ കാഫിർ എന്നതിൻ്റെ അർത്ഥം. ഷിർക്കായി പറഞ്ഞാൽ കാഫിറായി എന്നാ. കാഫിറായി പറഞ്ഞാൽ നമ്മളെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയ ചെറിയ കേസല്ല. ഒരാൾ മന്ത്രിച്ചൂത വെള്ളം കുടിച്ച് അതോട് ഖലാസ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. ഇമ്മാതിരി വൻകുറ്റമാകുന്ന ഗൗരവതരമായ പാപമാകുന്ന ഈ ഷിർക്ക് ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് നടന്ന് പ്രസംഗിച്ചത് പോയില്ലേ. എത്രയാ പ്രസംഗിച്ചത്? എടുത്താ പ്രസംഗതായിരുന്നു. ഇപ്പം എന്താ മുജാഹിദ് മന്ത്രം ഷിർക്കാക്കാത്തത്? ഇപ്പം എന്താ ഉറുക്ക് ഷിർക്കാക്കാത്തത്? ഇപ്പം എന്താ നൂല് ഷിർക്കാരാത്തത്? ഇപ്പം എന്താ പിഞ്ഞാണെടുത്ത് ഷിർക്കാരാത്തത്? ഇപ്പം അങ്ങനത്തെ പ്രസംഗം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്താ പ്രശ്നമെന്നോ? പ്രശ്നം സ്വന്തമായി ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുമ്പോൾ അബദ്ധങ്ങൾ പണയുമെന്നതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇവർക്ക് സംഭവിച്ച ഈ അബദ്ധം. ഇത് ഷിർക്കാക്കി എന്ന് മാത്രമല്ല, ഇത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സപ്പോർട്ട്, ഈ മസ്അലക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായും മന്ത്രനൂലൊക്കെ നടത്താൻ ഏതെങ്കിലും വല്ല ജിന്നിൻ്റെ ശൈത്താൻ്റെ എന്തെങ്കിലും പ്രശ്നം ബാധിച്ചാലാ. ജിന്നിൻ്റെ ശൈത്താൻ്റെ ഒക്കെ ഉപദ്രവേൽക്കാനാൽ അപൂർവ ചില കേസുകൾ ദുർബല മനസ്കരായ ചില സ്ത്രീകളെ, സാധാരണക്കാർ അപൂർവം ചില ആളുകളെ, മനസ്സിന് ശേഷിയില്ലാത്ത ആൾക്കാരൊക്കെ ബാധിക്കുക. അങ്ങനത്തെ അപൂർവം കേസുകൾ നമ്മളൊക്കെ പൂർവികമായി ചെയ്തു പോരാറുള്ളത്. സ്വാലിഹ്യങ്ങളായ ചില ആളുകളുണ്ട്, പ്രത്യേക ഇജാസത്ത് പ്രകാരം മന്ത്രം നടത്തുന്ന ആൾക്കാർ. അവരെ ചെന്ന് സമീപിച്ചാൽ അവരപ്പം തന്നെ ഒന്ന് വരച്ചു തരും, അല്ലെങ്കിൽ മന്ത്രിച്ചൂത്തരം അപ്പം സുഖവും ചെയ്യുന്നത്. നല്ല സംഭവം, നമുക്കൊരു പ്രശ്നമല്ല. എന്നാലോ മുജാഹിദ് ജിന്നിൻ്റെയും ശൈത്താൻ്റെയും കേസിന് അലോപ്പതി ഹോസ്പിറ്റലിൽ മരുന്നില്ലല്ലോ. അവിടെ അങ്ങനത്തെ പരിപാടി അംഗീകരിക്കില്ല. മുജാഹിദ് ജമാഅത്തും അവരും അംഗീകരിക്കില്ല. അവർ പറഞ്ഞു ജിന്നിൻ്റെ ശൈത്താൻ്റെ വല്ല ഉപദ്രവമാണെന്ന് പറഞ്ഞാൽ അവർ അക്കാലത്ത് അതൊക്കെ എഴുതി അതൊരു തരം ഹിസ്റ്റീരിയാണെന്ന് എഴുതി. അതൊക്കെ ജിന്ന് ശൈത്താനെ ഉപദ്രവിക്കുന്ന പ്രശ്നമല്ല എന്നാണ്. പ്രശ്നമല്ലാതെ മാത്രമല്ല, ജിന്നിനും ശൈത്താനും കണ്ണും ചെമ്മി നിഷേധിച്ചു പറയും. ഈ സുന്നികൾ പറഞ്ഞ മാതിരി ജിന്നും ശൈത്താൻ എന്ന സാധന ലോകത്തില്ല. അതൊക്കെ വെറുതെ തോന്നലുകളാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരായ ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു സയ്യിദ് റഷീദ് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരിൽ നിന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഉടലെടുത്തത്. സൗദി അറേബ്യയിലെ മുജാഹിദ് പ്രസ്ഥാനം അല്ല അവരുടെ പാരമ്പര്യ നേതൃവിഭാഗം. ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു സയ്യിദ് റഷീദ് ഇതൊക്കെ പഠിപ്പിച്ചത് എൻ്റെ കയ്യിലുണ്ട് പുസ്തകം. സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൻ്റെ പുസ്തകമാണ്. ഇവിടെ അറബി കോളേജിൽ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലമത്രയും പഠിപ്പിച്ചുകൊണ്ട് റിസാലത്തു തൗഹീദ് പഠിപ്പിക്കാൻ അയാൾ പറഞ്ഞത് ജിന്ന് മലക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക വിഭാഗമല്ല. മലക്ക് എന്ന് പറഞ്ഞാൽ മൈക്രോബു നാഫിഴ്, ജിന്ന് എന്ന് പറഞ്ഞാൽ മൈക്രോബു ലാർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അണുക്കളെ കൂട്ടത്തിൽ രണ്ട് തരം അണുക്കളുണ്ട്. ഒന്ന് മനുഷ്യന് ഉപകാരം ചെയ്യുന്ന അണുക്കൾ, മറ്റൊന്ന് ഉപദ്രവം വരുത്തുന്ന അണുക്കൾ. ഇപ്പം നമ്മൾ പച്ചവെള്ളം ചൂടാക്കി കുടിക്കാൻ പാടുണ്ടോ ഇല്ലേ ശാസ്ത്രത്തിൽ തർക്ക വിഷയമാണ്. കാരണം ചൂടാക്കി കുടിച്ചാൽ ഉപകാരമുള്ള അണുക്കളുണ്ടാവും, ഉപദ്രവമുള്ള അണുക്കളുണ്ടാവും, രണ്ടും ചത്തുവോ, അപ്പോൾ ദോഷമുണ്ടല്ലോ എന്ന വിഷയം പറഞ്ഞതുപോലെ മലക്കുകൾ തന്നെ മനുഷ്യന് ഉപകാരം ചെയ്യുന്ന അണുക്കളാണ്, ജിന്നുകൾ തന്നെ മനുഷ്യന് ദോഷം ചെയ്യുന്ന അണുക്കളാണ്. അല്ല, മലക്ക് ജിന്ന് എന്ന പ്രത്യേക വിഭാഗമല്ല. തഫ്സീറുൽ മനാർ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാം വ്യാപകമായി ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അവലംബിക്കുന്ന ഗ്രന്ഥമാണ് തഫ്സീറുൽ മനാർ, സയ്യിദ് റഷീദ് റിള. അയാൾ തഫ്സീറുൽ മനാറിന് ജിന്നിന് അർത്ഥം കൊടുത്തത് ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ് അറബിയിൽ അർത്ഥം. അപ്പം ജിന്ന് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിക്കാണാനാകാതിരിക്കുകയും വർത്തമാന കാലഘട്ടത്തിൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നോക്കിക്കാണാൻ കഴിയുകയും ചെയ്യുന്ന ഈ രോഗാണുക്കളാണ് ജിന്നുകൾ എന്നുള്ള ഉദ്ദേശം. അല്ല, ജിന്ന് എന്ന് പറഞ്ഞാൽ സുന്നികൾ പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗമല്ല. ഇത്തരത്തിൽ അടിസ്ഥാനപരമായി ജിന്നിനെയും ഷെയ്ത്താനെയും വരെ ഈ പറയുന്ന പ്രസ്ഥാനം നിഷേധിച്ചു. എന്തിനാണ് നിഷേധിച്ചത്? കാരണം ഇതുണ്ട് എന്ന് വെച്ചാൽ പ്രശ്നമാണ്. കാരണം ജിന്നിനും ശൈത്താനും ഉണ്ടെന്നും അതിന് ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല, മന്ത്രിക്കേണ്ടി വരും. അപ്പോൾ ആ പ്രശ്നം അറുത്ത് മുറിച്ച് കളയാൻ ഈ സാധനം തന്നെ അല്ല എന്ന് ശക്തമായ വാദം അവർ മുന്നോട്ട് വെച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രമുഖ ഹദീസ് പണ്ഡിതൻ എന്ന് പറയുന്ന മൗലവി എഴുതിയ സ്വഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. ആ സ്വഹീഹുൽ ബുഖാരിയുടെ പരിഭാഷയിൽ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചില പ്രത്യേക ദിക്റുകൾ ചെല്ലണമെന്ന് ഹദീസിലുണ്ട്. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. പടച്ചവനെ, ആൺപിശാചുകളുടെയും പെൺപിശാചുകളുടെയും ഉപദ്രവത്തിൽ നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഇവിടെ ഈ ഹദീസിന് ഇയാൾ പരിഭാഷ ഇറക്കുമ്പോൾ പരിഭാഷ കൊടുക്കാൻ നിർബന്ധിതനാണ്. അപ്പോൾ ആൺപിശാച്ചും പെൺപിശാച്ചും ഉണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് ഹദീസിന് അർത്ഥം കൊടുത്താൽ പിന്നീട് മന്ത്രം വേണ്ടി വരുമെന്ന് പറയേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് അപ്പം തന്നെ അടിക്കുറിപ്പ് കൊടുത്തു. ഇവിടെ ആൺപിശാചുകൾ പെൺപിശാചുകൾ എന്നാൽ ആൺ കൊതുകുകൾ പെൺ കൊതുകുകൾ എന്നർത്ഥം വെക്കേണ്ടതാണ്. ആൺപിശാചിനി പെൺപിശാചിനി വകവെക്കുന്ന ഇപ്പം വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന